ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും സ്വാഗതം. +1 അക്കൗണ്ടൻസി 2021 പരീക്ഷയുടെ പരിശീലന പരമ്പര 10 ഡേയ്സ് സീരീസിൻ്റെ 6ാമത് ക്ലാസ്സാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 6 ആണ്, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ട്രയൽ ബാലൻസ് എന്താണ്, ട്രയൽ ബാലൻസ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ ട്രയൽ ബാലൻസ് മെത്തേഡിൽ എങ്ങനെ തയ്യാറാക്കും. ചാപ്റ്റർ 6 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ചാപ്റ്ററിലെ ഈ ഹെഡിങ്ങിലുള്ള റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന ഭാഗം പൂർണ്ണമായിട്ടും ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താണ്. മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ മോഡലുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ: ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജേണൽ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമാറ്റിക്കൽ അക്യൂറസി, കണക്ക് കൂട്ടലുകളിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ആൻസർ ബി, ട്രയൽ ബാലൻസ്. ദെൻ സെക്കൻഡ്, a trial balance is dash an account, journal, a statement, a ledger. Trial balance account അല്ല, ജേണലും അല്ല, ലെഡ്ജറും അല്ല. It is only a statement prepared to check the arithmetical accuracy. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതി തയ്യാറാക്കുന്ന ഒരു സംഭവം. നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന ആ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, അതേസമയം ആ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ: എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ ഡാഷ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്നതിന്, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തയ്യാറാക്കിയ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമാറ്റിക്കൽ അക്യൂറസി, ന്യൂമറിക്കൽ കൃത്യത, കണക്കുകളൊക്കെ കൂട്ടിയപ്പോൾ എന്തെങ്കിലും പിഴവ് വന്നോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് വേരിയസ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ് ഈസ് നോൺ ആസ്. ട്രയൽ ബാലൻസ് അരിത്തമാറ്റിക്കൽ അക്യൂറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലെഡ്ജർ എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിൽ നിന്ന് അക്കൗണ്ട് ബാലൻസുകൾ എടുത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തയ്യാറാക്കുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ട്രയൽ ബാലൻസ് ആണ്. എ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് വേരിയസ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ് ഈസ് നോൺ ആസ് ട്രയൽ ബാലൻസ്. ഒരു പ്രത്യേക ഡേറ്റിന് എല്ലാ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. മറ്റൊരു മോഡൽ: ഡാഷ് ഈസ് ദ കോമൺ ബേസ് ഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള അടിസ്ഥാന വിവരങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി എന്ന് പറഞ്ഞു. സോ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസുകൾ എടുത്ത് അതൊരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റായി ആ ബാലൻസുകൾ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസുമായി എഴുതി തയ്യാറാക്കുന്നതാണ് ട്രയൽ ബാലൻസ്. സോ ആൻസർ ഈസ് ലെഡ്ജർ അക്കൗണ്ട്സ് ഈസ് ദ കോമൺ ബേസ് ഫോർ പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്. ദെൻ ട്രയൽ ബാലൻസ് വിൽ ബി പ്രിപ്പയർഡ് ടു. ട്രയൽ ബാലൻസ് എന്തിനാണ് തയ്യാറാക്കുന്നത്? 1. ചെക്ക് അരിത്തമാറ്റിക്കൽ അക്യൂറസി. 2. ഹെൽപ്പ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 3. ലൊക്കേറ്റ് എറേഴ്സ്. 4. ആൾ ഓഫ് ദ എബവ്. ഇതിലേതായിരിക്കും ആൻസർ? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ
ലക്ഷ്യം അഥവാ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട 3 പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ് ഇതിലുണ്ട്. പ്രധാനമായിട്ടും ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് ഒന്ന്, ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. സെക്കൻഡ്, ഹെൽപ്പ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനുള്ള ഒരു അടിസ്ഥാനമായിട്ട്, ഒരു ബേസായിട്ട് നമുക്ക് തരുന്നത് എന്തായിരുന്നു? ഒരു ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ കാണുന്ന ലെഡ്ജർ അക്കൗണ്ട് ബാലൻസുകളാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനുള്ള ബേസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് ലൊക്കേറ്റ് എറേഴ്സ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് ഒന്ന്, അരിത്തമാറ്റിക്കൽ അക്യൂറസി ചെക്ക് ചെയ്യാനാണ്. അരിത്തമാറ്റിക്കൽ അക്യൂറസി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ഈക്വൽ കാണിക്കുന്നില്ല, അത് ടാലി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അരിത്തമെറ്റിക്കൽ എറർ വന്നിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ട് വർക്കിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്തതായി ചെയ്യുന്നത് ആ എറർ എവിടെയാണ് എന്ന് കണ്ടെത്തലും അത് പരിഹരിക്കലുമാണ്. അപ്പോൾ നമുക്ക് പറയാം, ട്രയൽ ബാലൻസ് ഈസ് ആൾസോ പ്രിപ്പയർഡ് ടു ലൊക്കേറ്റ് എറേഴ്സ് ആൻഡ് റെക്ടിഫൈയിങ് സച്ച് എറേഴ്സ്. തെറ്റുകൾ കണ്ടെത്താനും ആ തെറ്റുകൾ തിരുത്താനും കൂടി സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി, ഓൾ ദ എബോവ്. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമാണ്. ഓക്കെ, ദെൻ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുക. എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ്. ആണോ? അല്ല, ട്രയൽ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ്, അതിലുള്ള അക്കൗണ്ട് ബാലൻസുകൾ എടുത്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ശരിയല്ല. ദെൻ ആഫ്റ്റർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ സബ്സിഡിയറി ബുക്സ്. സബ്സിഡിയറി ബുക്സിൽ, സ്പെഷ്യൽ ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ദെൻ ആഫ്റ്റർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലെ അക്കൗണ്ടുകളിലേക്ക് ജേണലിൽ നിന്നും സ്പെഷ്യൽ ജേണലിൽ നിന്നും എൻട്രീസ് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. എൻട്രീസ് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, പക്ഷേ ഇത് പാർട്ട്ലി മാത്രമാണ് കറക്റ്റ്. ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ആഫ്റ്റർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ ഈസ് കംപ്ലീറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഹാവ് ബീൻ ബാലൻസ്ഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇതാണ്. എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ ഈസ് കംപ്ലീറ്റ് ആൻഡ് അക്കൗണ്ട് ഹാവ് ബീൻ ബാലൻസ്ഡ്. എല്ലാ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്ത് ആ ലെഡ്ജറിലുള്ള എല്ലാ അക്കൗണ്ടുകളും ബാലൻസിങ്ങും പൂർത്തിയായതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട തിയറി ഭാഗങ്ങളാണ് പറയുന്നത്. ഒന്ന്, വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അത് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം, പക്ഷേ നമ്മുടെ ആൻസർ ട്രയൽ ബാലൻസ് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ യൂസിങ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് അക്കൗണ്ടിങ് വർക്ക്സ് വി ഹാഡ് ഡൺ. നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ടിങ് വർക്കുകളിൽ, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ, ലെഡ്ജർ അക്കൗണ്ട് ബാലൻസിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള, ടെസ്റ്റ് ചെയ്യാനുള്ള, അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി. ദെൻ ടു ലൊക്കേറ്റ് ആൻഡ് റെക്ടിഫൈ എറേഴ്സ്. 3, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് എ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ടു ടെസ്റ്റ് ദ അരിത്തമാറ്റിക്കൽ അക്യൂറസി ഓഫ് അക്കൗണ്ടിങ് വർക്ക്സ് വി ഹാഡ് ഡൺ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് വർക്കുകളിൽ, അതുപോലെ ലെഡ്ജർ അക്കൗണ്ട് പോസ്റ്റിങ്ങുകളിൽ, അതിൻ്റെ ടോട്ടലിങ്ങിൽ, അതിൻ്റെ ബാലൻസിങ്ങിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവായി പറയുന്നത് ടു ലൊക്കേറ്റ് എറേഴ്സ് ആൻഡ് റെക്ടിഫൈ സച്ച് എറേഴ്സ്. അങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ ടാലി ആവുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും എന്തോ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ആ എറേഴ്സ് കണ്ടെത്താനും അത് റെക്ടിഫൈ ചെയ്യാനുമുള്ള ഒരു ടൂളാണ്, അതിനു വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ദെൻ മൂന്നാമതായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് പറയാനുള്ളത് പ്രൊവൈഡ് എ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാനുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഈ ട്രയൽ ബാലൻസിൽ ഉള്ളത്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ മൂന്നാമതായിട്ട് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. തിയറി അല്ല, ന്യൂമറിക് സൈഡാണ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ വേണ്ടി പഠിക്കുക. ബാലൻസ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കുന്ന രീതിയും കാര്യങ്ങളും ക്ലാസ്സും നമ്മുടെ ചാനലിൽ ആൾറെഡി ഉണ്ട്. ആവശ്യമുള്ളവർ അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു വെക്കണം. അത് ക്വസ്റ്റ്യൻ വരുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഡയറക്റ്റ് നമ്മളോട് കുറേ അക്കൗണ്ട് ബാലൻസുകൾ തന്ന് അതുപയോഗിച്ച് ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ പറയും. അല്ലെങ്കിൽ ആൾറെഡി തയ്യാറാക്കപ്പെട്ട ഒരു ട്രയൽ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതിൽ അക്കൗണ്ട് ബാലൻസുകൾ, ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും എഴുതിയത് ചിലതിൽ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവും. ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന രീതിയിലും നമ്മളോട് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പോൾ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന ഈ ചാപ്റ്ററിൽ ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം. ബൈ.